പ്രതിഷ്ഠ നടത്തിയത്. വൈദ്യുത ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ തന്ത്രികളാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞ ഇരിങ്ങാലക്കുടക്കാരാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പയ്യന്നൂരിൽ ആ തന്ത്രി കുടുംബം വരണമെങ്കിൽ സുബ്രഹ്മണ്യം പരുത്തി എന്നാണ് അവരെ കുറിച്ച് പറയാം. മയിലിന്റെ പുറത്ത് കയറി വന്നു വന്നാണ്. പയ്യന്നൂർ അവിടെ നിന്ന് ഈ തരണ നെല്ലൂരിനെ അദ്ദേഹം തരണം ചെയ്തിട്ട് വരിക. വലിയ പുഴയും നദിയും ഒക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ മയിൽവാഹനായ സുബ്രഹ്മണ്യൻ മയിൽപ്പുറത്ത് കൊണ്ടുവന്ന ഒരു തന്ത്രീശ്വരനെയാണ് തരണനെല്ലൂർ തന്ത്രികൾ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാ ചടങ്ങുകളും വളരെ മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയോടെ ഏറ്റവും ഭക്തി നിർഭരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. എന്തായാലും ഈ ചൈതന്യത്തിന്റെ പൂർണ്ണത ഈ സമൂഹത്തിൽ, ജനപദത്തിൽ, ഈ ദേശത്തിൽ, ഈ നാട്ടിൽ, നാട്ടുകാരുടെ ഇടയിലൊക്കെ പ്രസവിക്കുന്നതിലേക്ക് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ ദൈവത്തെ, നമ്മുടെ വേദനയെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നെഞ്ചത്ത് വെച്ച് പിടിക്കാൻ നമ്മുടെ ധർമ്മദൈവമേ ഉണ്ടാവുള്ളൂ. ദേശദൈവങ്ങൾ പലതുമുണ്ട്. അവിടെ പയ്യന്നൂർ പെരുമാളുണ്ട്, എൻ്റെ മഹാവിഷ്ണുദേവനുണ്ട്. അങ്ങനെ ദേശദൈവങ്ങൾ പലതും ഉണ്ടെങ്കിലും ദേശദൈവങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് നമ്മുടേതായ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ധർമ്മദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അത്തരമൊരു നമ്മുടെ ആദ്യത്തെ വിളി വരുന്നത് ധർമ്മദൈവത്തിലേക്കാണ്. അതിനുശേഷം മാത്രമാണ് ദേശദൈവത്തിലേക്ക് നമ്മൾ പോവുക. അങ്ങനെ ഒരു വിളിക്ക് കാതോർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭക്ത സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരും എന്നൊരു വിശ്വാസത്തോടെ. മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, ഈ കാവിന്റെ ഒരു പ്രത്യേകത ഇവിടെ കിടാവിളക്കാണ്. ഇതിന് കിടാത്തൊരു വിളക്കാണ് വേണ്ടിയിരുന്നത്. എപ്പോഴും നിറഞ്ഞു കത്തുന്നൊരു വിളക്കാണ്. ബാക്കി ഏത് വിളക്കിലും നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാലും അത് പലപ്പോഴും കെട്ടുപോയി എന്ന് വരാം. കിടാത്തൊരു വിളക്കുണ്ട്. വിളക്കാണ് സത്യത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെ? വേദത്തിലെ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് അഗ്നിയുടെ പുരോഹിതം എന്നാണ്. വേദത്തിലെ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മന്ത്രമാണ്. അഗ്നിയെ ഞാനിതാ സ്തുതിക്കുന്നു. അഗ്നിയാണ് ഈ ദേവൻ എന്ന് പറയുന്നത്. ആ ദേവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദേവന്മാർ എപ്പോഴും അവര് ഉദർത്തുകയാണ്. അവർ ഈ ഹോമസാധനങ്ങൾ തിന്നുന്നവരാണ്. പുകയും തിന്നുന്നവരാണ്. ഈ പുക അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു ഹോമം ചെയ്യുന്നതിനാണെന്ന് ചോദിച്ചാൽ, ഹോമം ചെയ്യുമ്പോൾ പുക വരും. ഈ പുക വരുമ്പോൾ ദേവന്മാരൊക്കെ ആ വീടിന് മേലെ വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെയാണ് സങ്കല്പം. ദേവന്മാരൊക്കെ ഏത് വീട്ടിലാണോ ഗണപതി ഹോമം നടക്കുന്നത്, ഏത് വീട്ടിലാണോ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഹോമം നടത്തുന്നത്, ആ ഹോമം നടത്തുമ്പോൾ ഈ പുക തിന്നാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ ആ ഗൃഹത്തിന്റെ ഉപരിഭാഗത്ത് വന്ന് നിൽക്കുമെന്നും അത് അവര് വയറ് നിറയെ തിന്നു കഴിഞ്ഞ ശേഷം അവരെ അനുഗ്രഹിച്ചു പോകും. ഇതാണ് ഗണപതി ഹോമത്തിന്റെയൊക്കെ വിശ്വാസത്തിന്റെ ചുറ്റിലുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ ദേവന്മാരുടെ മുഖമാണ് അഗ്നി അഥവാ വിളക്ക്. ദേവന്മാരുടെ മുഖമാണ്. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ദേവനെ കാണുന്നില്ലല്ലോ, നമ്മൾ അദൃശ്യന്മാരാണ് ദേവന്മാർ. ആ അദൃശ്യന്മാരായ ദേവന്മാരിലേക്ക് നമ്മൾ നമ്മുടെ ഇത് നിവേദ്യം കൊടുക്കുന്നത് ഈ അഗ്നിയാണ്. ഈ അഗ്നി നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ അഗ്നി അത് യഥാർത്ഥ പൂമാലേക്ക് എത്തിക്കും. പൂമാല എന്ന് പറയുന്നത് വിഗ്രഹമില്ലാത്ത അമ്മയാണ്. ആ വിഗ്രഹമില്ലാത്ത ആ അമ്മയ്ക്ക്, ബാക്കി എല്ലാ ദേവതകൾക്കും വിഗ്രഹം ഉണ്ടായിരിക്കെ വിഗ്രഹമില്ലാത്ത ഒരേ ഒരു അമ്മയാണ് പൂമാല ഭഗവതി എന്ന് പറയുന്നത്. ആ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്തതായിട്ടുള്ള ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും ഈ വിളക്ക് ചെയ്യുന്നത്, കിടാവിളക്ക് ചെയ്യുന്നത്. ആ കിടാവിളക്കിൽ നമ്മൾ എത്ര എണ്ണ നിറക്കുന്നുവോ, ആ എണ്ണയിലൂടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും സമർപ്പിക്കുന്നുവോ, ആ പ്രാർത്ഥനയും എണ്ണയും സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദുഃഖങ്ങൾക്ക് കൂടി അറിഞ്ഞു വരും എന്നൊരു വിശ്വാസമാണ് നമ്മുടെ ഈ കൂട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എവിടെയും അനവസരങ്ങളില്ലാതെ, അല്ലലുകളില്ലാതെ, അവിടെ ഇവിടെയും ദൂഷണങ്ങളില്ലാതെ, അവിടെ ഇവിടെയും പറച്ചിലുകളില്ലാതെ, അവിടെ ഇവിടെയും സംഘർഷങ്ങളില്ലാതെ, പല ക്ഷേത്രങ്ങളിലും പല ഉത്സവങ്ങൾക്കും സംഘർഷം ലളിതമായിട്ട് പോകുമ്പോഴും ഒരു സംഘർഷത്തിനും വില കൊടുക്കാതെ നമ്മുടെ ഇവിടുത്തെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പൂർണ്ണമായ വിജയത്തോടെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ സാധിച്ചത് പൂർണ്ണ ഭക്തിയോടുകൂടി ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ആരും പ്രവർത്തിക്കുന്ന രീതിയിൽ നടക്കില്ലല്ലോ. ഇപ്പൊ ഇവിടെ ജനാർദ്ദൻ മേലാശാരിയാണ് ഇവിടുത്തെ എല്ലാ വാസ്തുകർമ്മങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് ഭക്തിയിലേക്ക് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളുണ്ടോ? ഇല്ല. അദ്ദേഹം കേവലം ഒരു കൂലിപ്പണിക്കാരനായിട്ട് വന്ന് ചെയ്താൽ നടക്കുമോ? ഇല്ല. കൂലി വേണം, പണിയെടുത്താൽ കൂലി വേണം, പണിയെടുത്താൽ കൂലി വേണം എന്നതിനപ്പുറത്ത് അതൊരു തന്റേതായ ഒരു കർമ്മമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി വളരെ നിഷ്കാമം എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത വരൂ.
അങ്ങനെ അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഇത് പൂർണ്ണത വെച്ചത്. അതുപോലെ തന്നെ കൽപ്പണിക്കാർ അവർ ചെയ്യുമ്പോൾ അവരത് ഒരു ദേവാലയമാണ്, ദേവാലയത്തിൽ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വേണം എന്ന പക്ഷേ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും